എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലിപ്പോൾ വലിയൊരു ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചൊന്ന് രണ്ട് വാക്ക് പറയണമെന്ന് തോന്നി. ഈ ക്രിസ്ത്യൻ മതപരിവർത്തനം എന്ന് പറയുന്നു. അവർ പറയുന്നത് സഹായം ചെയ്യാൻ പോകുന്നതാണെന്ന്. അപ്പം അവരെ സഹായം ചെയ്യാൻ പോകുന്നിടത്ത് അവർക്ക് സംഘപരിവാറുകാരടിക്കുന്നു കൊഴുത്തിക്കുന്നു ഒക്കെ പറയുന്നു. ഈ സംഘപരിവാറുകാരില്ലാത്ത സ്ഥലത്ത് പോകരുത്. മുസ്ലിംസ് ധാരാളം ഉണ്ട് നമ്മുടെ കേരളത്തിൽ. പാവപ്പെട്ട മുസ്ലിംസ് ധാരാളം. കണക്ക് പ്രകാരം മുസ്ലിംസ് മജോറിറ്റി ഓഫ് ദ മുസ്ലിംസ് പാവങ്ങളാണ്. അപ്പോൾ അവരെ സഹായിക്കാൻ പൊക്കൂടെ? എന്തിന്? കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ ഈ ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ പെട്ട ധാരാളം ആളുകൾ. നിങ്ങൾ മറ്റുള്ള ജാതിക്കാരെ സഹായിക്കാൻ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ക്രിസ്ത്യൻ സമൂഹത്തിൽ തന്നെ ഉണ്ട് ധാരാളം ആളുകൾ. ഞാൻ നോക്കിയെടുത്തോളം കേരളത്തിൽ ഈ നേരത്തെ ഉള്ള കാലത്ത് ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെയാണ് കൂടുതൽ ഇവർ മതപരിവർത്തനത്തിന് വിധേയമാക്കിയത്. ഈഴവ സമുദായത്തിൽ നിന്ന് നായന്മാരുടെ അടുക്കല മുസ്ലിംസിൻ്റെ അടുക്കല ചെന്ന് കഴിഞ്ഞാൽ അവർ മടൽ വെട്ടി ഓടിക്കും. പക്ഷേ ഈഴവർ ഒരു യൂണിറ്റി ഇല്ലാഞ്ഞ കാരണം കുറേ ഈഴവർ, എൻ്റെ നാട്ടിലും കുറേ ഈഴവർ ഈ പെന്തക്കോസ്തിലോട്ട് ചേർന്നിട്ടുണ്ട്. അവരെ മറ്റുള്ളവർ ഫോഴ്സ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ്. ഇപ്പം നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും പെറ്റ രാജ്യം, സ്വന്തം രാജ്യം, പിറന്ന നാടും പിറവി തന്ന അമ്മയെ നമ്മൾ ഉപേക്ഷിക്കത്തില്ലല്ലോ. നമ്മുടെ അമ്മയെ ഉപേക്ഷിച്ച് എന്തിനാണ് വേറൊരു അമ്മയുടെ അടുക്കലോട്ട് പോകുന്നത്? നമ്മുടെ സംസ്കാരം, വിശാലമായ ഒരു ഹിന്ദു സംസ്കാരം നമ്മൾക്കുണ്ട്. അപ്പം മറ്റുള്ള കൺവേർഷൻ നടക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ മതത്തിൽ ആളുകൾ കുറവാണ്. നമുക്ക് നമ്മുടെ ഹിന്ദു മതത്തിൽ ധാരാളം ആളുകളുള്ളതുകൊണ്ട് ഇവർ അവരുടെ മതത്തിലോട്ട് ചേർക്കുന്നതിന് വേണ്ടിയാണ് ഈ മുസ്ലിം സമുദായമാണേലും പെന്തക്കോസ്തുകാരാണേലും ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ഇതിനു വേണ്ടി മറ്റുള്ളവരെ വശീകരിച്ച് ഈ മതം മാറ്റുന്നതിന് വേണ്ടി നടക്കുന്നത്. അതെല്ലാ കേരളത്തിൽ തന്നെയല്ല, എല്ലാ സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. പക്ഷേ നല്ല ഹിന്ദുക്കളായ ചെറുപ്പക്കാരുടെ കയ്യിലെങ്ങും ചെന്ന് വീഴാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നല്ല ഹിന്ദുസ് മജോറിറ്റിയായിട്ട് തിങ്ങിപ്പാർക്കുന്ന ക്ഷേത്രം ഉണ്ടുള്ള ഏരിയ, ഉദാഹരണം പത്മനാഭസ്വാമി ടെമ്പിൾ തിരുപ്പതി, അവിടെ പോയി പശുവിനെ കട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആളുകൾ വിടുമോ? അവർ ഓടിച്ചിട്ട് കൊല്ലത്തില്ലയോ? അതുപോലെ മുസ്ലിംസ് തിങ്ങിപ്പാർക്കുന്ന ഇടയിൽ ചെന്ന് പന്നിയെ കട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ വിടുമോ? അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അതുകൊണ്ട് അവരുടെയൊക്കെ അടുക്കളയിൽ കൂട്ടമായിട്ട് താമസിക്കുന്നവരുണ്ട്. എല്ലാവരും പോയിട്ട് തല്ലുകൊണ്ടിട്ട് പിന്നെ ന്യൂനപക്ഷ പീഡനമെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ സമുദായത്തെ വളർത്തുക. നിങ്ങളുടെ സമുദായത്തിലുള്ള പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത്. അല്ലാതെ എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ സംരക്ഷിക്കുന്നതിന് ഗവൺമെൻറ്റുണ്ട്. എല്ലാ സ്റ്റേറ്റിലും ഗവൺമെൻറ്റുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ്, സാമ്പത്തികമുള്ള ഗവൺമെൻറ്റാണുള്ളത്. അവർ നോക്കിക്കൊള്ളും. നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ട കുഞ്ഞാടുകളെയോ വലിയ ആടുകളെയോ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുക. ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, നന്ദി, നമസ്കാരം.